എടോ ഞങ്ങൾ ചാവടിക്കായപ്പോ ഞങ്ങൾ ബസ് എടുത്ത് ഞങ്ങളുണ്ട്. വാടാ വാടാ വാടാ. താങ്ക് യു താങ്ക് യു താങ്ക് യു ബ്രദർ. സമയം രാവിലെ 5:20. ഞങ്ങൾ ബസ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെവിടെയോ കൊണ്ടുപോയിരിക്കും ബസ്. അങ്ങനെ കാശ്മീരി ഗേറ്റ് വന്ന് ഞങ്ങൾ കുത്തബ് മിനാർ എത്തിയിട്ടുണ്ട്. കുത്തബ് മിനാർ മെട്രോ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ആറേ മുക്കാല് ഞങ്ങൾ അവിടെ നിന്നൊരു ബസ് പിടിച്ച് കുത്തബ് മിനാറിലേക്ക് എത്തി നോക്കുമ്പോൾ കുത്തബ് മിനാർ ക്ലോസ്. 7 മണിയാവണം, 6:45 ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. സെക്യൂരിറ്റി ഉണ്ട്, ഇതിലുള്ള അപ്പുറത്തിൽ പോകാൻ പറഞ്ഞ്. അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവൂടാ. ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ ഒരു തറ കെട്ടി വെച്ചിട്ടുണ്ട്. സെയിം കുത്തബ് മിനാറിൻ്റെ ഒക്കെ എന്ത് സംഭവമാണോ പകുതിയിൽ ബാക്കിയായതാണ്. ഇവിടെ തറ കാണുന്നുണ്ട്. അങ്ങോട്ട് പോവാ. ഫൈനലി കുത്തബ് മിനാറിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡുണ്ട് കുത്തബ് മിനാർ. അങ്ങനെ കുത്തബ് മിനാറിൻ്റെ ടിക്കറ്റ് കിട്ടി. ഒരാൾക്ക് ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ 40 രൂപ. അത് ATM, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ 35 രൂപ. അപ്പോൾ ഞങ്ങൾ ATM കാർഡ് കൊടുത്ത് 35 രൂപക്ക് പണി കഴിഞ്ഞ് ഒരാൾക്ക്. എന്നാടാ എടുത്തിട്ട് നീ എന്താ ഇപ്പോൾ കാശ്മീർ മണാലിയിലുള്ളതാ? സമയത്ത് പ്രത്യേക പോയിട്ടുണ്ട്. പാമ്പരാഗ് മധു അത് ഊതുന്ന നമ്മൾ ആരുടെ പോക്കറ്റിലാണ് പിടിച്ചത്? ആരുടെ പോക്കറ്റിൽ നിന്ന് പിടിച്ചാൽ മധു? വെറുതെ പറഞ്ഞു സീരിയസ് ആയിട്ട് എടുക്കരുത്. അങ്ങനെ ഫസ്റ്റ് വിസിറ്റർ ഞങ്ങളാണ്. ഫസ്റ്റ് വിസിറ്റർ അണ്ണാഞ്ചാ. അപ്പോൾ കുത്തബ് മിനാറിലെ ഫസ്റ്റ് വിസിറ്റർ ഇന്ന് ഞങ്ങളാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച രാവിലെ കുത്തബ് മിനാറിൽ ഫസ്റ്റ് വിസിറ്റർ. ആ കാണുന്നതാണ് കുത്തബ് മിനാർ. കയറി വരുന്ന ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട്. അത് ഇപ്പോൾ പൂട്ടിയിട്ടേക്കാണ്, സീലച്ചേക്കാന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ദീദിയുണ്ട്. ആ ദീദിയാണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇവിടെ ഒരു ഗേറ്റ്, ഇവിടെ കുത്തബ് മിനാർ നമുക്കിങ്ങനെ കണ്ട്. നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം. നമുക്കുള്ള സമയം മാക്സിമം യൂസ് ചെയ്യണമെന്ന്. ഇന്ന് സൺഡേ ആണ്, നല്ല ക്രൗഡ് വരും. അപ്പോൾ ഇതിനേക്കാൾ മുമ്പ് മാക്സിമം കാണണം. ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. ഇവിടെ പൊളിച്ചിട്ടിട്ടുണ്ട്. പൊളിച്ചതാ ബാക്കിയായതാണ്. കൂത്തുൽ ഇസ്ലാം മോസ്ക് എനിക്ക് തോന്നുന്നത് അത് ഇതോടെ ഉണ്ട്. പിന്നെ കുത്തബ് മിനാർ, അത് അലൈ മിനാർ, ടോംബ് ഓഫ് ഇൽത്തുമിഷ്. അലൈ മിനാർ കണ്ട നാടെ ബാക്കിയായിട്ട് അപ്പുറത്തൊന്ന് അത് നമുക്ക് ബെർബായിലെ കൂടി ബാക്കിൽ കൂടി ചേരാം. അപ്പം ഇങ്ങനെ സംഭവങ്ങളുണ്ട്. നമുക്ക് നേരെ ഫസ്റ്റ് കുത്തബ് മിനാറിലോട്ട് മൊത്തത്തിൽ ഇതിൻ്റെ ഇതുണ്ട്. അഭിമാനം വരുന്നത് ഇവിടെ കുറേ തൂണുകളൊക്കെ ആയിട്ടൊരു സംഭവമുണ്ട്. ഉള്ളതൊക്കെ ഫുള്ള് കല്ലിൽ കൊത്തിവെച്ച സംഭവങ്ങളാട്ടോ. ഇവിടെ ഒരു ബോർഡുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഇതാണ് കൂവത്തുൽ ഇസ്ലാം മസ്ജിദ്. ഇങ്ങനെ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതായത് AD 1197 ഇത് കംപ്ലീറ്റ് ചെയ്തത്. കൺസ്ട്രക്ഷൻ ഓഫ് മോസ്ക് വാസ് ബിഗൻ 1193 കുത്തുബുദ്ദീൻ ഐബക്ക് തുടങ്ങി. പിന്നെ അങ്ങനെ വന്നിട്ട് 1197 ഇത് പൂർത്തിയാക്കിയത്. ഇങ്ങനെ കുറേ ചരിത്രങ്ങളുണ്ട്. നമുക്ക് കൂവത്തുൽ ഇസ്ലാം മസ്ജിദിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. അവിടെ ഒരു കവാടം നോക്കിയാൽ സൂര്യനെ കുതിച്ച് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ നീളത്തോണ്ട് നേരെ കാണുന്നുണ്ട്. ഇതിൻ്റെ തൂണൊക്കെ നോക്കിയാൽ വെറൈറ്റി. ഇതിൽ കുത്തുപണികൾ ശ്രദ്ധിച്ചു ഞങ്ങൾ. ഇതൊക്കെ എത്ര കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് സംഭവമല്ലേ. അവിടെ ഒരു കവാടമുണ്ട്. ഇവിടെ രണ്ടാൾക്കാരെ ഖബറുണ്ട്. ഇവിടെ ഒരു ഖബറുണ്ട്, ഒരു ശീലയുണ്ട്. ഇവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? അയൺ പില്ലർ. ഇതിനെക്കുറിച്ചുള്ള ചരിത്രം ഇവിടെയുണ്ട്. അതാണിത്. സൂര്യോദയവും കുത്തബ് മിനാറും. വാ
ഇത് കുറേ കവാടങ്ങൾ പൊളിഞ്ഞതാണ്. ഇവിടെയും കുറേ സംഭവങ്ങൾ പകുതി ആയതോ അല്ലെങ്കിൽ പൊളിഞ്ഞതോ എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങൾ അത്യാവശ്യം ചുറ്റിപ്പറ്റിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കുത്തബ് മിനാറിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. മിനാറിനെ കുറിച്ചുള്ള ചരിത്രം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുത്തുബുദ്ദീൻ ഐബക്കാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തത് 1192 to 1210 AD. ആസ് എ ടവർ ഓഫ് വിക്ടറി അറ്റാച്ച്ഡ് ടു ഖുവത്തുൽ ഇസ്ലാം മോസ്ക്. ഫസ്റ്റ് കുത്തുബുദ്ദീൻ ഐബക്കും പിന്നെ സെക്കൻഡ് തേർഡ് ഫോർത്ത് വർ കംപ്ലീറ്റ് ഈസ് ഇൽത്തുമിഷാണ് ചെയ്തത് 1211 മുതൽ 36 വരെയുള്ള. അങ്ങനെ ഫുൾ മൊത്തത്തിൽ പിന്നെ അത് ഡാമേജ് ആയ കഥയും പിന്നെ അത് റെഡിയാക്കിയ സംഭവങ്ങളും എല്ലാം കൂടി മൊത്തത്തിൽ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 238 ഫീറ്റാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ 379 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമായിരുന്നു. പിന്നെ അത് ചെറിയൊരു ചെരിവൊക്കെ നമുക്കെന്നെ കാണുമ്പോൾ ഫീൽ ആകുന്നുണ്ട്. പിന്നെ എന്തോ ഒരു സേഫ്റ്റി ഇഷ്യൂ നിലനിർത്തൽ അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ടാണ് ഉള്ളിൽ കയറുന്നത് നിർത്തി വെച്ചത്. ഏതായാലും ഉള്ളിൽ കയറാൻ പറ്റുമായിരുന്നു മുമ്പ്. ഇവിടെ 379 സ്റ്റെപ്പ് ഉണ്ടെന്ന് പ്രത്യേകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഞങ്ങൾ ബായ് ബായ് വിട പറയുകയാണ്. ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ ഏകദേശം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് എന്ത് ഇതിടാ സൂര്യപ്രകാശം അടിച്ചിട്ടില്ല. നല്ല രസമുണ്ട് കാണാൻ. പോകാൻ തോന്നുന്നില്ല, പക്ഷെ പോയേ പറ്റൂ. അവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഏതായാലും ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ അല്ലാതൊക്കെ കിട്ടി. ബൈ ബൈ കുത്തുബ് മിനാർ. അങ്ങനെ വന്നതാ ഞങ്ങൾ ഇന്ത്യ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങ് കാണുന്ന ഇന്ത്യ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് രാഷ്ട്രപതി ഭവൻ അവിടെ കാണുന്നു. ഞങ്ങളാദ്യം ഇന്ത്യ ഗേറ്റിൽ പോയിട്ട് കണ്ട് ഫോട്ടോ എടുത്ത് സെറ്റ് ആയിട്ട്. നല്ല സൂര്യന്. എന്താ വ്യൂ. നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ ബാക്ക് സൈഡ് എത്തി. ഇവിടെ ഫുഡ് കഴിക്കണം. ബൈക്കിന്ന് അടിയിലോട്ടെത്തി. ഓക്കെ, ആകെ ടെൻഷനിലുള്ള മതിൽ കാണുന്നില്ല, ഗേറ്റ് മാത്രമേ ഉള്ളൂ. മുസഫിലാണ് വലിയ ടെൻഷനിൽ. ഇന്ത്യ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സംഭവം എന്താ വെച്ചാൽ പണ്ട് മരിച്ച ആർമിക്കാരെ പട്ടാളക്കാരെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്മാരകം. അതാണ് ഇന്ത്യ ഗേറ്റ്. ഇവിടെ സൈഡ് അതിൻ്റെ പേര് കുത്തിവെച്ചിട്ടുണ്ട്, അവരുടെയൊക്കെ പേരുകൾ. അങ്ങോട്ട് പോയി അത് കാണാം. ഈ കല്ലുകളിലൊക്കെ സൂക്ഷിച്ച് നോക്കി ഓരോരുത്തർ പേര് കാണാം. കുറേ സിംഗുകൾ, രാം സിംഗ്, രാവത് സിംഗ്, മുഹമ്മദ് ഉണ്ട്, ജുമ്മ, ഇമാം, ഹുക്കാം തുടങ്ങിയതാ, ഫസൽ, അങ്ങനെ തുടങ്ങിയ എല്ലായിടത്തും മൊത്തത്തിൽ കുറേ എല്ലായിടത്തും പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് സൂക്ഷിച്ച് നോക്കിയാലേ കാണുന്നുള്ളൂ കേട്ടോ. ആണ്. അപ്പോൾ അതിൽ ഒരു ഫുള്ള് പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര പേരുകളുണ്ടാവോ അതറിയില്ല. ബൈ ബൈ ഇന്ത്യ ഗേറ്റ്. ഇനി ഫുഡ് കഴിക്കണം അല്ലേ? ഫുഡ് കിട്ടാനല്ല പ്രശ്നം. ഇനി നഷ്ബാൻ്റെ ഫോട്ടോഗ്രാഫി ഉണ്ട്. എടുക്കട്ടെ, നഷ്ബാൻ്റെ ഫോട്ടോഗ്രാഫി. അത് കഴിഞ്ഞിട്ട് നേരെ രാഷ്ട്രപതി ഭവനാണ്. അങ്ങ് കാണുന്നതാണ് രാഷ്ട്രപതി ഭവൻ. അങ്ങോട്ട് ഈ ബാക്കിലെ സ്ഥലം കണ്ട ഞാനിപ്പോൾ ഉള്ള അവിടെ ട്രാഫിക് പോലീസ് ഉണ്ട്. കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ചെക്കിങ് ഉണ്ട്. ഇത്തന്നെ പോലീസ് നോക്കി എന്നിട്ട് അവന് കാശ്മീർ ഞാനവിടെ ഫോട്ടോ എടുക്കുമ്പോൾ എന്നോട് പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് നല്ല അടിപൊളി സ്ഥലമുണ്ട്, അതിൻ്റെ ഫോട്ടോ എടുക്കാം. സംഭവം ഇവർ കൈക്കൂലി വാങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയ സമയത്തില്ലേ ഇവർ ക്യാഷ് ഇവരെ കയ്യിൽ വാങ്ങിയില്ല. എൻ്റെ കയ്യിൽ ക്യാമറ കണ്ടിട്ട് ഞാൻ സംഭവം അവരെടുക്കുകയാണെന്ന് ഒന്നല്ല, ഞാൻ അതിൻ്റെ അപ്പുറത്ത് അടിപൊളി സ്ഥലമുണ്ട്, എടുക്കാവുന്നതാണ്. ഇവരെന്താക്കി ഇവൻ്റെ നിന്ന് ഒരു 50 രൂപ എടുക്കാൻ പറഞ്ഞിട്ട് അപ്പുറത്തെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. ഓണൊന്നും അറിയാത്ത പോലെ വെച്ചിട്ട് വന്ന് തരിയുടെ അമ്മക്ക് അറിയാത്തതാണ്. എന്താണല്ലേ എന്തോ ഒരു കംപ്ലൈൻറ്റ് പിടിച്ചിട്ട് 50 രൂപ കൊടുത്തപ്പോൾ അവർ ഒതുങ്ങി.
അവസ്ഥ. ഞാൻ ഫോണ് കയ്യിൽ പിടിച്ച് ക്യാമറ ഓണാക്കി വരുന്ന കാണുമ്പോൾ തന്നെ ഇവർ പരുങ്ങുന്നുണ്ട്.